ഓൺലൈൻ പേയ്മെന്റ് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എക്സ്പെൻസ് കൂടും. ഒരു 20 രൂപയ്ക്കായാലും 10 രൂപയ്ക്കായാലും ഇപ്പൊ എല്ലാരും കുറിപ്പാണ്. നമ്മളിപ്പോ എവിടെ ഏത് കടയിൽ ചെന്നാലും അതല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പൈസ നോക്കത്തില്ല, നമ്മളെപ്പോഴും അത് യൂസ് ചെയ്തോണ്ടേ ഇരിക്കും. ചില സമയങ്ങളിൽ ഈ സാധനം വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ അക്കൗണ്ടിലെ പൈസയിൽ ഇത് പോകുന്നത്. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തവർക്ക് അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ സാധാരണക്കാരന്റെ കൈ പണം വന്നെങ്കിലേ കമ്പോളം പുരോഗമിക്കത്തുള്ളൂ. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ഗൂഗിൾ പേ അതുപോലെ പേടിഎം പോലുള്ള ഡിജിറ്റൽ UPI സിസ്റ്റം വന്നതോടുകൂടി നമ്മുടെ നിത്യ ചെലവ് അധികമായി വർദ്ധിച്ചിട്ടുണ്ടോ ചോദിക്കുന്നു ജനങ്ങളോട്. ഇപ്പൊ നമ്മുടെ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ഓൺലൈൻ ട്രാൻസ്ഫർ വന്നിട്ടുണ്ടല്ലോ, പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ള ആപ്ലിക്കേഷൻ. അപ്പൊ ഇത്തരത്തിൽ വന്നതോടുകൂടി നമ്മുടെ ചെലവുകൾ വർദ്ധിച്ചിട്ടുണ്ടോ? അധികമായിട്ട് നമ്മൾ പൈസ ചെലവാക്കും അത്തരത്തിൽ ഒരു മോണിറ്ററിങ് സെൻസിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എത്രയാണോ ബാലൻസ് വരുന്നത് അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവും. അക്കൗണ്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ബാലൻസ് അക്കൗണ്ടിൽ ഉടനെ കയറി നോക്കുന്നില്ല. അല്ലെങ്കിൽ ആ ക്യാഷ് ഒരുപക്ഷെ നല്ലൊരു അക്കൗണ്ടാണ്, കൂടുതൽ ക്യാഷ് ഉള്ളൊരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവിനെ പറ്റി ബോധറിയത്തേ ഇല്ല. ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഇത്രയും ക്യാഷേ ബാലൻസ് ഉള്ളൂ എന്ന്. അതർവൈസ് നല്ലതാണ്, കാരണം ക്യാഷ് കയ്യിൽ കൊണ്ടു നടക്കണ്ട, ബാക്കിയുള്ള സെക്യൂരിറ്റി. പിന്നെ അതിൻ്റെ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാം. അതിനകത്തുനിന്ന് ഈ പറയുന്ന ഇന്നത്തെ കാലത്തുള്ള ഈ ഗാഡ്ഗറ്റ്സിനകത്തെല്ലാം ഓരോരുത്തർക്കും നുഴഞ്ഞു കയറി ഓരോന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കേതങ്ങൾ അവർ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമ്മളറിയാതെ നമ്മുടെ ക്യാഷ് പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. ചെലവ് വർധനവ് തന്നെയാണ്. അതെ, മറ്റേതൊക്കെ നമ്മളൊക്കെ നിലവിലെ പേഴ്സിൽ ക്യാഷ് എത്ര ഒരു ഇതുണ്ടല്ലോ. അതെ, മറ്റേത് അക്കൗണ്ടിൽ കിടക്കില്ല. ഇപ്പൊ ഒരു 20 രൂപയ്ക്കായാലും 10 രൂപയ്ക്കായാലും ഇപ്പൊ എല്ലാരും കുറിപ്പാണ്. അതെ, തീർച്ചയായിട്ടും. 50%. പെട്ടെന്ന് ഓൺലൈൻ പേയ്മെന്റ് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എക്സ്പെൻസ് കൂടും. എന്നിട്ട് കയ്യിൽ പൈസ ഇരിക്കുമ്പോ അത്ര അതെ. അധികമായി വർദ്ധിക്കുന്നു തോന്നുന്നത്. അങ്ങനെ തോന്നുന്നില്ല. കാര്യം പറയാൻ നമുക്ക് ഗൂഗിൾ പേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണ്. കാര്യം നമുക്ക് ബില്ലടയ്ക്കുന്ന KCBയുടെ ബില്ലടയ്ക്കാൻ, പിന്നെ കയ്യിൽ കാശ് സൂക്ഷിക്കേണ്ട. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അമിതമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് കൃത്യമായിട്ട് നമ്മൾ ഓർപ്പിക്കും, പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള ഇതിൽ ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോസിറ്റീവായിട്ട് ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം പോലുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, ഇത് വന്നതോടുകൂടി നമ്മുടെ ചെലവ് വർദ്ധിച്ചതായിട്ട് തോന്നാറുണ്ടോ? അറിയത്തില്ല, ഉണ്ടെങ്കിൽ ചില വർദ്ധിച്ചാൽ തോന്നാറുണ്ട്. ഉണ്ടോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എവിടെ ഏത് കടയിൽ ചെന്നാലും അതല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പൈസ നോക്കത്തില്ല, നമ്മളെപ്പോഴും അത് യൂസ് ചെയ്തോണ്ടേ ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ചെലവ് വർദ്ധിക്കും. ചെലവ് വർദ്ധിച്ചോന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. ചെലവ് എന്നാലും എപ്പോഴാലും കണക്ക് തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഇത് വന്നതോടുകൂടി നമുക്ക് ഫുൾ കുറച്ചധികം ചെലവ് വന്നിട്ടുണ്ട്. ചെലവ് കൂടിയതേ ഉള്ളു. ഇപ്പോൾ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെലവ് കൂടി അത്രേ ഉള്ളു. അല്ല ഇപ്പൊ ഇതിനകത്ത് വരുന്നവരും ഇത് തന്നെ ചെയ്യുന്നത്. പകുതി മുക്കാലും ചോദിക്കുന്നത് അതാ, GP ഉണ്ടോന്ന് ചോദിക്കുന്നത്. GP ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ഒരുപാട് ഓട്ടങ്ങൾ മിസ്സാവുന്നുണ്ട് GP ഇല്ലെങ്കിൽ. അങ്ങനെ ചിലവ് നമ്മൾ പേഴ്സണലില് നമുക്ക് പിന്നെ ചിലവ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ സ്ഥാപനത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഡെയിലി കളക്ഷനും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഗൂഗിൾ പേ ആകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ബോക്സ് നമ്മുടെ ക്യാഷ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബാലൻസ് നമ്മൾ പേഴ്സണൽ നോക്കുമ്പം നമുക്ക് അത് നമ്മൾ എന്ത് മേടിക്കാനും ഒരു തോന്നൽ വരും. ഗൂഗിൾ പേ അങ്ങനെയുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഇപ്പം രണ്ട് രീതിയിലും നെഗറ്റീവും പറയാം. ഇപ്പൊ നമ്മൾ ഏത് കടയിൽ ചെല്ലുമ്പോ അതാണല്ലോ. അപ്പൊ നമ്മുടെ കയ്യില് ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലതാണ്. കാര്യം ചിലപ്പോ സമയത്ത് നമുക്ക് പൈസ കയ്യിൽ എടുക്കാൻ പറ്റാതെ വരുന്ന സമയം, പിന്നെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നല്ലതാണ്. പൈസ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, കളവ് പോകത്തില്ലല്ലോ, കള്ളന്മാരെ പേടിക്കേണ്ട സുരക്ഷിതത്വം ഉണ്ട്. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ട് പേയ്മെന്റ്? ഇത് വന്നതോടുകൂടി നമ്മുടെ ചെലവ് അധികമായി വർദ്ധിക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറില്ല. ലിക്വിഡ് മണി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ളത്.
അതെ അപ്പൊ നമ്മൾ അതിനനുസരിച്ചായിരിക്കും ചിലവാകും. അതെ. ഓൺലൈൻ പേയ്മെന്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പേയ്മെന്റ് നടക്കും. ക്യാഷ് ഇല്ല, ലിക്വിഡ് ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിലും പേയ്മെന്റ് പെട്ടെന്ന് നടക്കും. കാരണം ക്രെഡിറ്റ് കാർഡ് ഉണ്ടായതുകൊണ്ട് ചിലപ്പം അധികമായിട്ട് നമ്മൾ ചിലവാകും. അതെ അതെ, അതങ്ങനെ വരുന്നുണ്ട്. അല്ല ഗൂഗിൾ പേ, ഫോൺ പേ ഒന്നും അധികമായിട്ട് അങ്ങനെ ചിലവാക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അധികമായിട്ട് ചിലവാക്കും. അത് സാലറിയിൽ പിടിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ മറ്റേത് നമ്മൾ പേഴ്സിലെ പൈസ നോക്കിയാണ് നമ്മൾ സാധാരണ ജീവിതം ശൈലി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഇച്ചിരി ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അനാവശ്യമായിട്ടൊരു ചിലവ് നമുക്ക് ആവശ്യമുള്ള ചിലവായിരുന്നു പണ്ട് നമ്മളെ പേഴ്സിനകത്തുള്ള എടുക്കുമ്പോൾ നമുക്കറിയാം ഇനി എത്രയേ ഉള്ളെന്ന്. ഫോൺ പേ അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഒരു 100 രൂപ വേണമെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കുക, അവിടെ 700 രൂപയും കിട്ടുക എന്ന് പറയുമ്പോൾ ഇട്ട് തന്നില്ലേ പിന്നെ അവിടെ ഒരു പിണക്കവ ഇട്ട് തരും. അപ്പോൾ അത് നമ്മളെ ഒരു 1-2 മിനിറ്റ് കൊണ്ട് അങ്ങ് തീരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലവ് കൂടുതലേ കൂടുതൽ തന്നെ. സാധാരണക്കാർക്ക് ഗൂഗിൾ പേ ദോഷമാണെന്ന് വെച്ചാൽ ദോഷം തന്നെ. ചിലവധികം അല്പം വർദ്ധിച്ചതായിട്ട് തോന്നി. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയും? എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യമല്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ നോക്കുക, ശരി വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, ഒരു ഗൂഗിൾ പേ ചെയ്തിട്ട് ഒരു ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കാം. അതുകൊണ്ട് ചിലവ് അല്പം വർദ്ധിച്ചതായിട്ട് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച് വന്നതോടുകൂടി നമ്മുടെ ചെലവ് വർദ്ധിക്കുന്നുണ്ടോ? അധികമായിട്ട് നമ്മൾ കാശ് കണ്ടമാനം ചെലവാക്കുന്നു, അങ്ങനെ തോന്നാറുണ്ടോ? നമ്മളെ കയ്യിലിരിക്കുന്ന കാശ് നമ്മള് ചെലവഴിക്കുന്ന കണക്കല്ലേ പോകത്തുള്ളൂ. അതിപ്പോ ഗൂഗിൾ പേ ഉണ്ടെന്നും പറഞ്ഞ അങ്ങനെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യമാണ്. നമ്മള് പൈസ കയ്യിൽ കൊണ്ട് നടക്കണ്ട. ഇപ്പൊ എല്ലായിടത്തും സമ്പ്രദായം ഉണ്ടല്ലോ. ചിലർ പറയുന്നുണ്ട് അവരുടെ ലിക്വിഡ് മണി ഇപ്പൊ ബാലൻസിൽ പൈസ ഇരിക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കും നമ്മുടെ ഇത്രേ ഉള്ളൂ ഒരു ബാലൻസ് ഉണ്ട്, അതനുസരിച്ച് ചെലവാകും. പക്ഷേ ഗൂഗിൾ പേയിൽ ചിലപ്പോൾ അന്നേരം ബാലൻസ് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അന്നേരം അപ്ഡേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ കണ്ടമാനം ചെലവാക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനല്ല, നമ്മളെ അക്കൗണ്ടിൽ നമ്മളെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളത് നമ്മൾ പോക്കറ്റിൽ ഇരുന്നാലും ശരി, അത് നമ്മളെ അക്കൗണ്ടിൽ കിടന്നാലും നമുക്കതറിയാം. നമ്മളെ വരവിനനുസരിച്ച് ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ കാശ് കാണും. ഗുണം തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഗുണമേ ഉള്ളൂ. പിന്നെ സാധാ നോർമലി ചെലവ് ചെയ്യുന്നതന്നെയല്ലോ പിന്നെയും വരുന്നത്. നമ്മൾ ഗൂഗിൾ പേ ആണെങ്കിൽ പൈസ കൊണ്ടുപോകണ്ടല്ലോ, നമുക്ക് അവിടെ പോകുമ്പോ ഇഷ്ടമുള്ള എല്ലാം വാങ്ങിക്കാം. പക്ഷെ ചെലവ് കൂട്ടിയിട്ടുണ്ട്, ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് കാണുന്നെല്ലാം പണിയായിരുന്നു അങ്ങനെ ഉപയോഗിക്കും. മറ്റേതാകുമ്പോ നമ്മുടെ കയ്യിൽ പൈസ ഒതുങ്ങുമ്പോ അതനുസരിച്ച് വാങ്ങിക്കും. ഇതിപ്പോ എല്ലാവരുമായിട്ട് ആകുമ്പോഴത്തേക്ക് ഗൂഗിൾ പേ അങ്ങനെ എല്ലാം ആകുമ്പോഴത്തേക്ക് എന്നാലും ഒരു കണക്കിന് നല്ല കുഴപ്പമില്ല. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഗുണപരം ഒരുപാട് ഗുണപരമാണല്ലോ. യാത്രക്കാരെല്ലാം കയറുന്ന സമയത്ത് അതായതുകൊണ്ട് പിന്നെ എന്തായാലും നമുക്ക് കറക്റ്റ് പൈസ മേടിക്കാൻ തന്നെ പറ്റും. പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ചെലവാക്കുന്നു തോന്നാറുണ്ടോ? എങ്ങനെയാ ചേട്ടന് പുറത്തേക്കൊക്കെ പോകുമ്പോ ഈ ഓൺലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരുപാട് ചെലവാക്കുന്നു അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും തോന്നാറില്ല. നല്ലൊരു ഗുണമുള്ളൊരു പരിപാടിയാണ്. ഗുണകരമായിട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ കാശ് കൊണ്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. സാധാരണക്കാരനെ ഈ കുന്തം ചെയ്യാൻ അറിയാമോ? വിദ്യാഭ്യാസം ഉള്ളവനെ കിളയ്ക്കാൻ പോകുന്നവനും കൂലിക്ക് പോകുന്നവനും പിന്നെ വീട്ടുപണിക്ക് പോകുന്നവനും ഇതെങ്ങനെ ചെയ്യാൻ അറിയും? അവർക്ക് അല്ലാത്ത കാശ് ഉപയോഗിക്കാമല്ലോ. അല്ലാത്ത കാശ് ഉപയോഗിക്കാം. അല്ലാത്തവര് കാശ് എന്താ ഈ വിപണിയിൽ പണമില്ല. അല്ല, അത് ഈ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ വന്നതോടുകൂടിയാണ് ഇതിന്റെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ആ പണം എന്ന് വെച്ചാൽ പണം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഈ പലരുടെ പൈസകൾ ആ രീതി അങ്ങ് ബാഗിൽ പോവാ. ഇപ്പൊ ഞാൻ എന്റെ കൈ 50 രൂപ വന്നെങ്കിലേ എനിക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അക്കൗണ്ട് വഴി വരുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും സമയത്താണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ കൈ കാശില്ല. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോയി ഒരു തട്ടുകട കണ്ടു, ഒരു ചായ കുടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വാങ്ങിച്ചു, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും മാറ്റുണ്ടോ, ഇല്ല കാശ് അവിടെ കിടക്കുക. മനസ്സിലായില്ലേ? അപ്പൊ സാധാരണക്കാരന്റെ കൈ പണം വന്നെങ്കിലേ കമ്പോളം പുരോഗമിക്കത്തുള്ളൂ. ചേട്ടൻ പറഞ്ഞ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും ആവശ്യമില്ലെന്നല്ല, അതിന് കുറെ കൂടെ മെത്തേഡ് വേറെ കൊണ്ടുവരണം. അല്ല, ഇത് നടന്നത് കൊണ്ടാണ് ഈ സാമ്പത്തികം എന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് വേറെ കുറെ കൂടെ മെത്തേഡ് വേറെ വരണം. അതായത് താഴെ ഒരു സാധാരണ പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായി? ഞാനിപ്പോ ഇതിരിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് മനസ്സിലാകുന്നുണ്ട് ഇത് കച്ചവടം. ചിലവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയാം. നോക്കപ്പം അതൊരു മൂലധനമായിട്ട് അവിടെ കിടക്കുന്നു. ഈ പണം അവിടെ കെട്ടിയിരിക്കുക. ഇത് ഇങ്ങോട്ട് ബിസിനസ് ചെയ്യണ്ടേ? ഇങ്ങോട്ട് പലരുടെ കയ്യിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ കയ്യിൽ വന്നെങ്കിലോ ആ പൈസ വീണ്ടും സർക്കാരിന്റെ കയ്യിൽ വീണ്ടും ചെല്ലും. ടാക്സ് ആയിട്ടും ഈ പല വിധത്തിലും വീണ്ടും അവിടെ ചെല്ലും. ഇത് ആരും സാധാരണക്കാരൻ ആരും പണം കെട്ടി വെക്കത്തില്ല. പക്ഷെ അത് എൻകറേജ് ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, ഡിജിറ്റൽ. ഇത് വന്നതോടുകൂടി നമ്മുടെ ചെലവ് അധികമായി വർദ്ധിക്കുന്നു തോന്നാറുണ്ടോ? അധികമായി വർദ്ധിക്കുമെന്ന് വെച്ചാല് നമുക്ക് ഈ പൈസ കൈകൊള്ളേണ്ട ആവശ്യമില്ല. ഇത് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് പൈസ നമുക്ക് കൈകൊള്ളേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്
ചെലവ് പിന്നെ എല്ലാ കാര്യവും ബാർഗൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് കാര്യം നടന്നു പോകും. അതെ, പോസിറ്റീവായിട്ട് മാത്രമാണ് പോസിറ്റീവാണ് സംഭവം. അതെ, പോസിറ്റീവ്. പിന്നെ ചില സമയങ്ങളിൽ സാധനം നമുക്ക് വർക്ക് ചെയ്യില്ല. ആപ്ലിക്കേഷൻ ചില സമയത്ത് അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, എന്താ ഇഷ്യൂ അറിയില്ല. അത് ചില നമുക്ക് ഇന്റർനെറ്റിന്റെ വിഷയം. അതെ അതെ ആ സമയത്ത് ലിക്വിഡ് മണി ഉള്ളത് നല്ലതായിരിക്കും. അതെ, അല്ലാതെ അല്ലാതെ കാരണം ചില സമയങ്ങളിൽ പോകുമ്പോൾ ഈ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് നമുക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. പാരലി രണ്ടും വേണമെന്നൊക്കെ. അതെ, രണ്ടും വേണം. ചെലവ് അധികമായി തോന്നിയിട്ടില്ല. ചില സമയങ്ങളിൽ ഈ സാധനം വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ നെറ്റ്വർക്ക് ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മൾ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അത് ടെക്നിക്കൽ അറിവ് കാരണം നമ്മൾ രണ്ടും കെടുക്കണം. അല്ലേ? അപ്പൊ നമ്മളിത് രണ്ടും കൈക്കണം. അതിപ്പം ഇത് രണ്ടും ഉള്ള വെച്ചാൽ ഇത് വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടാതെയും വരുന്നുണ്ട്. ലിക്വിഡ് മണി നമ്മൾ കരുതി ലിക്വിഡ് മണി കയ്യിൽ വെച്ചിരിക്കണം. ഇത് രണ്ടും എനിക്കില്ല. കടയിലും അങ്ങനെ ആരും വന്ന് ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്, ഞാൻ ഇതില്ലെന്നങ്ങ് പറഞ്ഞു. നമുക്ക് കച്ചവടത്തെ ബാധിക്കില്ലേ? അതെല്ലാത്തും കുറച്ച് ഭാവിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് അതിന് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ചെയ്യുന്നത്. അല്ലാതെ തന്നെ പഴയ രീതിയിൽ തന്നെ പോവുക. ക്യാഷ് ഇല്ലാതെ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ക്ലിയർ ആയി ചെയ്യാൻ പറ്റും. ചില്ലറയും കാര്യങ്ങളും ഇടപാടുകൾ ക്ലിയർ ആയിട്ട് നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് പോസിറ്റീവ് തന്നെയാണെന്നാണ് പറയുന്നത്. പോസിറ്റീവ് തന്നെ തോന്നിയിട്ടുണ്ട്. ഉണ്ടോ? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പം കൂടുതൽ ആൾക്കാരും പൈസ ആയിട്ട് തരുന്നത് എല്ലാം ഗൂഗിൾ പേ ആണ് അയക്കുന്നത്. അതുകൊണ്ട് അല്ല, നമ്മുടെ ഒരു ചെലവ് നമ്മളിപ്പോ പെട്ടെന്ന് സാധനം മേടിക്കാൻ തോന്നും, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തില് തോന്നാറുണ്ടോ ഓൺലൈൻ ആയതുകൊണ്ട്? ചില ഐറ്റംസുകൾ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് പോകുന്നത്. നമ്മൾ GST ഒക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ഇത് ബാങ്ക് പരമായിട്ടാണ് ബന്ധപ്പെടുന്നത്. പിന്നെ ചില ഐറ്റംസുകൾ പൈസ ആയിട്ട് കൊണ്ട് വരുന്നുണ്ട്. ചേട്ടാ, നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇത് വന്നതോടുകൂടി നമ്മുടെ ചെലവ് വർദ്ധിച്ചതായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ചിലവ് വർദ്ധിച്ചതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നമ്മളതിൽ പൈസ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യത്തുള്ളൂ. ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും നമ്മുടെ അക്കൗണ്ടിലെ പൈസയിൽ ഇത് പോകുന്നത്. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ചെലവ് വർദ്ധിച്ചതായിട്ട് തോന്നുന്നു? ഇല്ലില്ല, ചിലവ് വർദ്ധിക്കാനായിട്ട് തോന്നിയിട്ടില്ല, ചിലവ് കുറയുന്നതായിട്ട് തോന്നുന്നു. കാരണം നമ്മളെ കൈ കാച്ചിരുന്നത് നമ്മൾ ഓരോ കാര്യത്തിന് അന്തരം എടുത്തിട്ട്, പക്ഷേ അക്കൗണ്ടിൽ നമ്മൾ പൈസ എടുക്കാതെ മാക്സിമം നമ്മൾ പിടിച്ച് ഉപയോഗിക്കാൻ നിൽക്കത്തുള്ളൂ. പക്ഷെ ചെലവ് പറഞ്ഞിട്ടുള്ളത് കൈ പൈസ ഇരുന്ന് നമ്മൾ നോക്കി ചെലവാക്കും. കൈ പൈസ എടുക്കുന്നതിന് ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകും. അക്കൗണ്ടിൽ പൈസ എടുക്കാതെ മാക്സിമം അത് എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ നിൽക്കത്തില്ല. മാക്സിമം പിടിച്ച് ഉപയോഗിക്കാം. അത്യാവശ്യം കൊണ്ടാൽ മാത്രമേ അക്കൗണ്ടിൽ നമ്മൾ എടുക്കാൻ നിൽക്കത്തുള്ളൂ. കയ്യിൽ പൈസ ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്കാൻ ചെയ്ത് അപ്പോഴേ തീർക്കല്ലേ. വാലറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക ഇത്രയും ചെലവാക്കണോ, ആ ഒരു ചിന്ത വരും. ഇതാകുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് ലാസ്റ്റ് അക്കൗണ്ട് കാര്യമായിരിക്കും. അപ്പൊ കൂടുതലായിട്ട് ചെലവാ വരുന്നുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് പൈസ ആയിട്ട് പോകാത്തത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന അറിയത്തില്ല. അത് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് പേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കയ്യിൽ നിന്ന് പൈസ തീരുന്ന എന്നൊരു ഫീൽ വരത്തില്ല. വാലറ്റിലായിരുന്നെങ്കിൽ ലിക്വിഡ് മണി അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഡയറക്റ്റ് പൈസ കൊടുക്കുമ്പം പൈസ തീരുന്നല്ലോ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോഴത്തേക്ക് നമ്മൾ ചിലവത്തിരി ലിമിറ്റ് ചെയ്യും. ഇതങ്ങനല്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള പേയ്മെന്റ് ഉണ്ടോ, ഡിജിറ്റൽ പേയ്മെന്റ്, ഇത് വന്നതോടുകൂടി നമ്മുടെ ചെലവ് വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? ചെലവ് വർദ്ധിക്കുന്നുണ്ട്. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തെന്ന് പറഞ്ഞാൽ കയ്യിൽ നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് മൊബൈലിൽ പൈസ മൊബൈലിൽ പൈസ ആണല്ലേ, അവർ പറയും ഗൂഗിൾ പേ ചെയ്യും. ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലും പൈസ കാണത്തില്ല. ആകെ ടെൻഷനാണ്. നിത്യ കുടുംബം സാധാരണക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അധികമായി ചെലവാകുന്നു ഉണ്ട്. ആണോ? അതെങ്ങനെയാ? എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് എല്ലാവരും പൈസ എടുക്കും. ലിക്വിഡ് മണി ആയിരുന്നു നമ്മൾ ആലോചിക്കും ഇത്ര പൈസ ഉള്ളു ബാലൻസ്, അങ്ങനെയാണോ? അങ്ങനെ അതാണ് നോക്കാറില്ല. ചിലവ് വർദ്ധിക്കുമ്പം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് നടക്കാനുള്ള പൈസ നമ്മൾ ബാങ്കിങ് ആയിട്ട് സൂക്ഷിക്കുന്നു. പേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള യൂസുകളാണ്. അപ്പൊ ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നില്ല. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒന്നുമില്ല. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരത്തൊക്കെ ഉണ്ട്. ചിലവ് വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഉച്ച കച്ചവടത്തില് ബിസിനസിന് ആവശ്യമാണ്. എല്ലാരും ഗൂഗിൾ പേ, പേടിഎം ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ ചെലവ് വർദ്ധിച്ചതായിട്ട് തോന്നാറുണ്ടോ അതുണ്ടായതുകൊണ്ട്? ഒരു അനുഭവിക്കില്ല. ഇതിലുടനെ വെക്കണ്ടായിട്ടിരിക്കുക. വർദ്ധിച്ചതാ തോന്നുന്നത്. വർദ്ധിച്ചിട്ടുണ്ട്. പൈസ കൂടുതലാണ് വരുന്നത്. പെട്ടെന്ന് ചെലവാകും. പിന്നെ ഇപ്പൊ തന്നെ ആഴ്ച പെട്ടെന്ന് ചെലവാകുമോ പൈസ എത്രയും? മറ്റേ ബാലറ്റിലൊക്കെ നമ്മൾ പൈസ ലിക്വിഡായിട്ട് സൂക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെലവാകുന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ചെലവില്ലായിരുന്നു. കുറച്ച് ചെലവായിരുന്നു. ഇപ്പൊ പൈസ കൂടുതലാ ചെലവ്. തീർച്ചയായിട്ടും
എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസ് കൂടില്ല. ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം ഒരു സാധനം വാങ്ങണ്ട ഇങ്ങനെ നമ്മൾ കണ്ടേ ചിലപ്പോൾ വാങ്ങും. ഈ സാധനം കയ്യിലുണ്ട്, പൈസ ആയിട്ട് കൊടുക്കണ്ടല്ലോ, സാധനം വലിച്ചാൽ മതിയല്ലോ, സുഖമായിട്ട് മേടിക്കുമല്ലോ ആൾക്കാർ. തീർച്ചയായിട്ടും